പ്രതികാര ചുങ്കങ്ങൾക്ക് കൊണ്ടുള്ള ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിൽ തിരിച്ചടിച്ച് ചൈന. US ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് നിരക്ക് 125% ഉയർത്തി. ഇനിയൊരു നടപടി ഉണ്ടാകില്ലെന്നും അർത്ഥശൂന്യമായ ഭീഷണികളോട് മത്സരിക്കാൻ തയ്യാറല്ലെന്നുമാണ് താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചൈനയുടെ പ്രസ്താവന. ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം 5 തവണയാണ് ചൈനയ്ക്കെതിരായ താരിഫ് ഉയർത്തിയത്. ആദ്യം ഫെന്റനൈൽ എന്ന രാസലഹരി കടത്ത് നിയന്ത്രിക്കാനെന്ന് വാദിച്ച് 20% ലെവി ചുമത്തി. പിന്നീട് ഏപ്രിൽ 2-ന് ചൈന ചുമത്തുന്ന 67% നികുതിക്ക് പകരച്ചുങ്കമായി 34% താരിഫ്. 48 മണിക്കൂറിനുള്ളിൽ 34% താരിഫ് വർധനയോടെ ചൈന തിരിച്ചടിച്ചു. ഏപ്രിൽ 9 അർദ്ധരാത്രിക്കുള്ളിൽ ഈ താരിഫ് വർധന പിൻവലിക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം പുറപ്പെടുവിച്ചെങ്കിലും ചൈന വഴങ്ങാതെ വന്നതോടെ ഏപ്രിൽ 9-ന് 50% കൂടി താരിഫ് ഉയർത്തി ട്രംപ്. ഇതോടെ താരിഫ് വർധന 104%. കാത്തിരിക്കാതെ തിരിച്ചടിച്ച ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ താരിഫ് നിരക്ക് 84% ഉയർത്തി. ടിറ്റ് ഫോർ ടാറ്റ്, അതായത് പകരത്തിന് പകരമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിശേഷിപ്പിച്ച ഈ നീക്കത്തിനു പിന്നാലെ 125% താരിഫ് ഉയർത്തി ട്രംപും മത്സരിച്ചു. ഇതോടെ ആദ്യം പ്രഖ്യാപിച്ച 20% ലെവിയടക്കം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ താരിഫ് 145%ലേക്കാണ് കുതിച്ചത്. മറ്റെല്ലാ രാജ്യങ്ങൾക്കും ചർച്ചകൾ നടത്താൻ 90 ദിവസത്തെ ഇളവ് അനുവദിച്ചപ്പോഴായിരുന്നു ഇത്. ഈ നടപടികളോടുള്ള അവസാന പ്രതികരണമെന്ന നിലയ്ക്കാണ് US ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള തീരുവ നിരക്ക് 125 ചൈന പ്രഖ്യാപനം നടത്തിയത്. ഏപ്രിൽ 12 മുതൽ ഈ നിരക്ക് പ്രാബല്യത്തിൽ വരും. ഇപ്പോഴത്തെ താരിഫ് നിരക്ക് പ്രകാരം US ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വിപണനം സാധ്യമല്ല. ഇക്കാരണം കൊണ്ടുതന്നെ ഇനിയും അർത്ഥശൂന്യമായ മത്സരത്തിനില്ലെന്നാണ് ചൈനയുടെ പ്രസ്താവന. ആഗോള വ്യാപക കരാറുകളെ ലംഘിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ നീക്കത്തിനെതിരെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്നും ചൈന വ്യക്തമാക്കി. പ്രതിവർഷം $700 ബില്യൺ വ്യാപാരം പങ്കുവയ്ക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലെ ഈ വ്യാപാര യുദ്ധം ആഗോള മാന്ദ്യത്തിലേക്ക് എത്തുമെന്ന ആശങ്കയാണ് ആഗോള വിപണികളുടെ ഇപ്പോഴത്തെ പ്രതികരണം. തീരുവ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണമെന്നാണ് ചൈന ആവശ്യപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.